എല്ലാവർക്കും വന്ദനം. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന, പുതുതായി വന്നിരിക്കുന്ന, സ്ഥിരമായി വരുന്ന എല്ലാവരും യേശു കർത്താവ് ഇന്നു മുതൽ വിശ്വാസത്തിൽ അധികമായിട്ട് വർദ്ധിപ്പിക്കട്ടെ. വിശ്വാസത്താൽ അല്ലാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. എബ്രായ ലേഖനം 11:6 പറയുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ഒരു പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കണം. അതായത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. എങ്ങനെ വിശ്വാസം ഉണ്ടാകും? വേദപുസ്തകവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിശ്വാസം ഉണ്ടാകും. ജീസസ് എവരിഡേ എല്ലാ ദിവസവും ശ്രദ്ധിക്കുമ്പോൾ റോമർ 10:17 പോലെ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വചനം കേട്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ വിശ്വാസം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വൃക്ഷം വളരുന്നത് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല. എന്നാൽ ആ വൃക്ഷം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടി വളരുന്നത് നമുക്ക് നോക്കി നിൽക്കുമ്പോൾ കാണാൻ കഴിയില്ല. എന്നാൽ ആ കുട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് പരിമിതികളില്ല. ഇന്ന് ഭൂമിയിൽ കാണുന്ന വൃക്ഷങ്ങളും മനുഷ്യരും എല്ലാം വളർച്ചയ്ക്ക് ഒരു പരിമിതിയുണ്ട്. ഇതെല്ലാം നാച്ചുറലാണ്. വിശ്വാസം സൂപ്പർ നാച്ചുറലാണ്. അതിൻ്റെ വളർച്ചയ്ക്ക് പരിമിതിയില്ല. ഇത്രേ വിശ്വാസം ഉള്ളൂ എന്നല്ല, മലയെ നീക്കാനുള്ള വിശ്വാസം, അതിനപ്പുറമുള്ള വിശ്വാസം ഒക്കെയും നാം പ്രാപിച്ചെടുക്കേണ്ടതാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് പറഞ്ഞാൽ. കടുകുമണിയോളം വിശ്വാസം വരുമ്പോഴാണ് മലയോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. ഇതുവരെ നമ്മൾ മലയോട് സംസാരിക്കുന്നില്ലെങ്കിൽ നമുക്ക് കടുകുമണിയോളം വിശ്വാസം പോലും ഇല്ലെന്ന് അർത്ഥം. വിശ്വാസം ഓരോ ദിവസവും വളർത്തിയെടുക്കണം. വേദപുസ്തക വായനയിലൂടെ, പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥനയിലൂടെ നമ്മുടെ വിശ്വാസം സജീവമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന എല്ലാ വിഷയത്തെയും നമ്മൾ നിസ്സാരമായി നേരിടും. അല്ലെങ്കിലോ നാം പലതിലും തോറ്റുപോകേണ്ടി വരും. അതുകൊണ്ട് ദൈവവചനം കൂടുതൽ കേൾക്കുക, വിശ്വാസത്തിൽ സജീവമാകാൻ യേശു നമ്മെ സഹായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 13 അധ്യായം വരെയും ഏകദേശം പൂർത്തിയായി. ഇനി നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 14 അധ്യായത്തിലേക്ക് വരികയാണ്. അതിങ്ങനെയാണ്. 1-ാം വാക്യം, ഇക്കോന്യയിൽ അവരൊരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. വെറും ഒരു പ്രസംഗമല്ല, വിശ്വസിക്കുവാൻ തക്കവണ്ണമുള്ള പ്രസംഗം. ഇന്ന് നമ്മൾ സമൂഹത്തിൽ ദൈവസഭകളിലും ഒക്കെ കേൾക്കുന്നത് എന്തൊക്കെയോ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രസംഗങ്ങളായിരിക്കും കൂടുതലും നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. ആ പ്രസംഗിക്കുന്ന ആൾ അല്പം ജ്ഞാനമുള്ള ആളാണെന്ന് വരുത്തി തീർക്കാൻ ചിലപ്പോൾ ഒരു പരിശ്രമം നടന്നേക്കാം. ഏതോ അവർ പഠിച്ച കാര്യം തെളിയിക്കാൻ വേണ്ടിയുള്ള ചരിത്രാന്വേഷണങ്ങളും ഇതെല്ലാം നമ്മൾ കേൾക്കേണ്ടി വരും. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്ന വേദഭാഗങ്ങളിൽ അപ്പോസ്തലന്മാർ മറ്റുള്ളവർക്ക് വിശ്വാസമുളവാകാൻ വേണ്ടി ദൈവവചനം പ്രസംഗിച്ചു. വിശ്വാസമില്ലെങ്കിൽ എങ്ങനെ യേശുവിനെ സ്വീകരിക്കും? യഹൂദന്മാരിലും യവനന്മാരിലും. യഹൂദന്മാരെന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ മക്കൾ, യവനന്മാരെന്ന് പറഞ്ഞാൽ ജാതികൾ. രണ്ട് വിഭാഗത്തെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് ദൈവവചനം പറഞ്ഞവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നു. അതിൻ്റെ അർത്ഥം ആ പ്രസംഗം വിശ്വാസത്തിൻ്റെ പ്രസംഗമാണ്. ഈ ദിവസങ്ങളിൽ ഈ അപ്പോസ്തലന്മാരെ പോലെ, പൗലോസിനെ പോലെയൊക്കെ വിശ്വാസത്തിൻ്റെ പ്രസംഗങ്ങൾ കൂടുതൽ കേൾക്കാൻ ദൈവം നമുക്ക് കൂടുതൽ കൃപ തരട്ടെ. നമുക്ക് അതിനുവേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ സഭയായ ആരംഭത്തിൽ വളർന്നു വന്ന സൗത്ത് കൊറിയയിലെ യോങ്കിച്ചോയുടെ സഭ വിശ്വാസമാണ് ആ സഭയുടെ അടിസ്ഥാനമായി അവർ പഠിപ്പിച്ചത്.
വിശ്വാസം. അപ്പോൾ വിശ്വസിക്കുന്നവരാൽ മാത്രമേ ഒരു വളർച്ചയുള്ളൂ. വിശ്വസിക്കുന്നവരാൽ മാത്രമേ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയൂ. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്ന, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു വിശ്വാസത്താൽ. കാണാത്ത ഒരാളെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? വിശ്വസിക്കുന്നു. ബൈബിൾ പറയുന്നത് വിശ്വസിക്കുമ്പോഴാണ് ബൈബിളിൽ പറയുന്ന വ്യക്തിത്വത്തെ സ്നേഹിക്കാൻ കഴിയുന്നത്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവിടെ ഉണ്ട്. ഈ ഒരു വാക്യം വിശ്വസിക്കുന്നവർക്ക് മാത്രമേ നമ്മുടെ നടുവിൽ നിൽക്കുന്ന കർത്താവിനെ സ്നേഹിക്കാൻ കഴിയും. ആ കർത്താവ് അവിടെ ഉണ്ടെന്നുള്ളത് വിശ്വാസത്താൽ അറിയാം. ഉടനെ നമുക്ക് നമ്മുടെ സ്നേഹത്തെ പ്രകടിപ്പിക്കുവാൻ ഭക്തിയുടെ പ്രകടനങ്ങൾ, സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ, ആരാധനയായി, സ്തുതിയായി, പാട്ടായി, നൃത്തമായി, അതെല്ലാം സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളാണ്. വിശ്വാസത്താൽ അറിയാം യേശു ഇവിടെ 2 or 3 പേർ കൂടിയപ്പോൾ എത്തിയിട്ടുണ്ട്. കർത്താവ് ഉറപ്പോടെ ആ വാഗ്ദത്തം തന്നിട്ടുണ്ട്. വിശ്വാസത്താൽ അറിയാം. വേദപുസ്തകത്തിലെ വചനത്തിൻ്റെ ഓരോ ചരിത്രത്തിലുമുള്ള വിശ്വാസം നമ്മെ മാറ്റിമറിക്കും. അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ, അവർക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, വിശ്വസിച്ചിട്ട് എല്ലാവരും രക്ഷാപൂർത്തി പ്രാപിക്കണം. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. എല്ലായിടത്തും എല്ലാവരും രക്ഷിക്കപ്പെടണം. എല്ലായിടത്തും എല്ലാവരും സൗഖ്യമാകണം. എല്ലായിടത്തും ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണം. അതിനുവേണ്ടിയായിരുന്നു കർത്താവ് അപ്പോസ്തലന്മാരെ നിയോഗിച്ചത്. ഈ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർ വളരെയധികമുണ്ട്. അന്നുള്ളതിനേക്കാൾ ശക്തിയോടെ പ്രയോജനപ്പെടുന്ന അപ്പോസ്തലന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നുമുള്ളവർ ശക്തന്മാർ, അന്നുള്ളവർ നേടിയതിനേക്കാൾ ആത്മാക്കളെ നേടുന്നവർ. അതായത് പാപം അന്നുള്ളതിനേക്കാൾ പെരുകിയതുകൊണ്ട് കൃപയും അത്യന്തം പെരുകിയിരിക്കുകയാണ്. എന്നാൽ മാത്രമേ ഈ പാപത്തെ തോൽപ്പിച്ച് ഈ കൃപ കൊണ്ട് ജനങ്ങളെ രക്ഷയിലേക്ക് നയിക്കാൻ കഴിയൂ. പാപം പെരുകുന്നിടത്തെല്ലാം കൃപയും പെരുകി വരുന്നു. അതുകൊണ്ട് ഏറ്റവും ഇരുട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് ആരും പേടിക്കണ്ട. അവിടെ ഏറ്റവും വലിയ വെളിച്ചത്തെയാണ് കർത്താവ് കൊണ്ടുവരുന്നത്. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയ ഒരു വെളിച്ചം കണ്ടു. ഇതാ ഈ സ്ഥലത്ത്, ഇക്കോന്യയിൽ ഏറ്റവും ഇരുട്ടുള്ള സ്ഥലത്ത് ഇതാ വലിയ വെളിച്ചങ്ങളായിട്ട് പൗലോസും കൂട്ടരും ഇറങ്ങിയിരിക്കുകയാണ്. വലിയ പ്രകാശം അവരവിടെ പരത്തുകയാണ്. അവരുടെ വിശ്വാസത്തെ അവരവിടെ ജ്വലിപ്പിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനയുടെ റിസൾട്ടുകൾ അവരവിടെ കൊണ്ടുവരികയാണ്. ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. വലിയൊരു പുരുഷാരം. ചിലർ വിശ്വസിച്ചാൽ പോരാ, വലിയൊരു പുരുഷാരം വിശ്വസിക്കുവാൻ തക്കവണ്ണം അവർ ദൈവവചനത്തിൽ നിന്ന് പ്രസംഗിച്ചു. 2, വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. വിശ്വസിക്കുന്നവർ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടും. വിശ്വസിക്കാത്തവർ നേരെ എതിരാകാനും തിരിയാനും കളിയാക്കാനും ഇട്ടേച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാണ്. ദൈവവചനത്തിൻ്റെ പ്രത്യേകത, രക്ഷിക്കപ്പെടുന്നവർ സൗഖ്യമാകും, രക്ഷിക്കപ്പെടുന്നവർ വിടുതൽ പ്രാപിക്കും, രക്ഷിക്കപ്പെടുന്നവർ സകല ബുദ്ധിയും കവിയുന്ന സമാധാനം പ്രാപിക്കും. എന്നാൽ ഇത് കേട്ട് രക്ഷിക്കപ്പെടാത്തവരോ ഇത് ഭോഷത്വമായി തീരും. ഇത് ഇവർക്ക് ശിക്ഷാവിധിയാകും. ശിക്ഷാവിധിയാകാൻ വേണ്ടി ഇവർ തന്നെ ക്രൂശിൻ്റെ ശത്രുക്കളായി മാറും. ഇവർക്ക് വേഗത്തിൽ ശിക്ഷാവിധി വരാൻ ഇത് കാരണമാകും. എന്നാൽ അതേസമയം തന്നെ രക്ഷിക്കപ്പെട്ടവർക്കോ അവർക്ക് നിത്യജീവനായി, അവർക്ക് പരിശുദ്ധാത്മാവായി,
വളരെയധികം നാം ഭയപ്പെടണം. നമ്മുടെ പ്രസംഗങ്ങൾ, നമ്മുടെ സുവിശേഷ വേലയിൽ കൂടുതൽ ആൾക്കാർ വിശ്വസിക്കാതെ ക്രൂശിൻ്റെ ശത്രുക്കളായി മാറരുത്. വിശ്വസിക്കാൻ തക്കവണ്ണം നാം പ്രസംഗിച്ചില്ലെങ്കിൽ കൂടുതൽ ശതമാനം ആൾക്കാരും ക്രൂശിൻ്റെ എതിരാളികളായി മാറും, പരിഹാസികളായി മാറും. അവർ കൂടുതൽ പാപത്തിൻ്റെ പരിണിത ഫലമായി സുവിശേഷത്തെ എതിർത്തു എന്നുള്ള ശിക്ഷയും കൂടി അവർക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുകയാണ്. അതുകൊണ്ട് എവിടെ പോയി സുവിശേഷം പറഞ്ഞാലും വളരെ പ്രാർത്ഥിച്ച്, വളരെ വിശ്വസിച്ച്, വളരെ കണ്ണുനീരോടെ നമ്മൾ ആ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ നല്ലൊരു ശതമാനം ആൾക്കാരെ നമ്മൾ അവിശ്വാസികളാക്കി മാറ്റുകയാണ്, ശത്രുക്കളാക്കി മാറ്റുകയാണ്. വിശ്വസിക്കാൻ തക്കവണ്ണമുള്ള സുവിശേഷ വേല നമ്മിൽ നിന്ന് ആരംഭിക്കണം. മറ്റുള്ളവരുടെ ഉള്ളിൽ വിശ്വാസത്തെ ഉളവാക്കണം. അതിനകത്ത് സാക്ഷ്യം പറയേണ്ടി വരും, മറ്റുള്ളവരെ സാക്ഷ്യം പറയേണ്ടി വരും, നമ്മുടെ സ്വന്തം സാക്ഷ്യം, ദൈവം വിടുവിച്ച അനുഭവങ്ങൾ പറയേണ്ടി വരും, ബൈബിളിലുള്ള അത്ഭുതങ്ങളെ വിവരിക്കേണ്ടി വരും, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത സ്നേഹത്തെ വളരെ ആത്മാർത്ഥമായിട്ട് വിവരിക്കേണ്ടി വരും. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു കൂട്ടം ജനം വിശ്വാസത്തിന് അധീനരായി മാറുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വീടുകളിൽ, നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ എല്ലാം വിശ്വസിക്കാൻ തക്കവണ്ണം ഒരു പരമാർത്ഥ ഹൃദയത്തോടെ സുവിശേഷം പറയുവാൻ, പേരിന് പറഞ്ഞ് ട്രാക്റ്റ് കൊടുത്തൊക്കെ മതി, പരമാർത്ഥമായി അതിൻ്റെ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് വരണമെങ്കിൽ വളരെയധികം പ്രാർത്ഥനയോടെ നമ്മളത് ചെയ്യാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഓരോ ദിവസവും ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സുവിശേഷം അറിയിച്ച, അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്രൂസൈഡുകൾ നടത്തിയ DGS ദിനകരൻ, കാരുണ്യ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സ്ഥാപകൻ, അദ്ദേഹം 8 മണിക്കൂർ പ്രാർത്ഥിക്കുമായിരുന്നു. എവിടെയെങ്കിലും 3 ദിവസത്തെ ക്രൂസൈഡ് അദ്ദേഹം വെക്കുന്നതിന് മുമ്പ് 3 ദിവസം അവർ കുടുംബമായി ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്തിനാണ്? കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ വചനം കേൾക്കുന്നവരുടെ മേൽ ഇത് കൃപയായി തീരണം, കേൾക്കുന്നവർക്കിത് ഉപകാരമായി തീരണം, കേൾക്കുന്നവർക്കിത് വിശ്വാസമായി തീരണം, കേൾക്കുന്നവർക്കിതൊരു ന്യായവിധിയായി മാറരുത്. അതുകൊണ്ട് അക്ഷരത്തിൻ്റെ ശുശ്രൂഷ മുഴുവൻ കൊല്ലുന്നു എന്നാണ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അക്ഷരത്തിൻ്റെ പരിപാടികൾ പറയൽ അവസാനിപ്പിച്ച് ആത്മാവിൽ സുവിശേഷം പറയുവാൻ, ആത്മാവിൽ പറയുമ്പോഴാണ് വിശ്വസിക്കാൻ തക്കവണ്ണം സംസാരിക്കാൻ കഴിയും. ബുദ്ധി കൊണ്ട് നമ്മുടെ പ്രയോഗങ്ങൾ അവസാനിപ്പിക്കും. ബുദ്ധി കൊണ്ടുള്ള സുവിശേഷ വേല ഒത്തിരി പേരെ നശിപ്പിക്കുകയാണ്. ആത്മാവിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് അവരെ സൗഖ്യമാക്കാനും, അവരെ വിടുവിക്കുവാനും, അവരുടെ ബന്ധനങ്ങളെ അഴിക്കുവാനും നമുക്ക് കർത്താവ് പ്രാപ്തി തന്നിട്ടുണ്ട്. അതിനെ വിശ്വസ്തയോടെ നാം ഉപയോഗിക്കണം. യേശു മുഖാന്തരം, ശിഷ്യന്മാർ മുഖാന്തരം നടന്ന ആ വേലയുടെ തുടർച്ചയാണ് നാം ചെയ്യുന്നത്. യേശുവിൻ്റെ വേലയുടെ തുടർച്ച ചെയ്യാനുള്ളവരാണ്. അതുകൊണ്ട് യേശുവിനെ പോലെ പിതാവുമായി അടുത്തിരിക്കുന്നവരും അപ്പോസ്തലന്മാരെ പോലെ ദൈവത്തോട് അടുത്തവരുമായി തീരാൻ ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവ് നമ്മെ വെല്ലുവിളിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി, വിശ്വാസം പ്രാപിക്കേണ്ടതിന് വേണ്ടി ആയിരങ്ങൾക്ക് നമ്മളൊരു വിടുതലായി മാറും. നമ്മൾ സുവിശേഷം പറയുന്നവരെല്ലാം വിശ്വസിക്കും, ദൈവമക്കളായി മാറും. അങ്ങനൊരു സുവിശേഷം ഇന്നു മുതൽ നമ്മിൽ നിന്ന് വെളിപ്പെട്ട് വരണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് വരെയും പറയാത്ത നിലയിൽ സുവിശേഷം ശക്തിയോടെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അറിയിക്കുവാൻ അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ, കർത്താവെ അങ്ങ് ചെയ്തതുപോലെ സുവിശേഷം പറയുവാൻ, വിശ്വാസം ഉളവാക്കുന്ന സുവിശേഷം അറിയിപ്പാൻ, പേരിനൊന്ന് പറയാതെ ജീവൻ വ്യാപരിക്കുന്ന സുവിശേഷം അറിയിപ്പാൻ കർത്താവ് ഞങ്ങളെ അഭിഷേകത്താലും ശക്തിയാലും നിറയ്ക്കണമേ. ഓരോ ദിവസം കഴിയുന്തോറും ഞങ്ങളുടെ ദൈവവചന നിശ്ചയം വർദ്ധിച്ചു വരട്ടെ. ഇത് കേൾക്കുന്ന എല്ലാവരും അവരവരുടെ കുടുംബങ്ങളെ, ബന്ധുക്കളെ എല്ലാം രക്ഷയിലേക്ക് നയിക്കട്ടെ. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നവർ
ഭാര്യയും മക്കളെയും, അല്ലെങ്കിൽ ഭർത്താവിനെയും മക്കളെയും എല്ലാവരെയും, മാതാപിതാക്കളെ എല്ലാം വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ കർത്താവ് ഇടയാക്കണം. അനേകരെ സൗഖ്യമാക്കാൻ ഈ മക്കളെ അങ്ങ് ഉപയോഗിക്കണം. അനേകരുടെ ബന്ധനം അഴിക്കുവാൻ ഈ മക്കളെ അങ്ങ് ഉപയോഗിക്കണം. ഇത് കേൾക്കുന്നവരെല്ലാം അത്ഭുതങ്ങളായി മാറട്ടെ, അടയാളങ്ങളായി മാറട്ടെ, യേശുവിൻ നാമത്തിൽ ആമേൻ. അന്ത്യകാലത്ത് ശക്തമായി സുവിശേഷീകരണത്തിന് വേണ്ടി എന്നെ നിങ്ങളെ കർത്താവ് ഉപയോഗിക്കുവാൻ ഇനിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നാളെ നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാൻ നാളെ രാവിലെ 10:30 യേശു കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. तेरा नाम रहे ऊंचा।